ഈ പടത്തെ പറ്റി ഓർക്കുമ്പോൾ പെട്ടെന്നൊരു 10-22 വർഷം പുറകിലേക്ക് പോയി എന്റെ 4ാം ക്ലാസ്സിലെയോ 5ാം ക്ലാസ്സിലെയോ ഒക്കെ ആ ഒരു സമയം ഓർമ്മ വരും. കാര്യം ആ പ്രായത്തിൽ ഒരു സിനിമയെ പറ്റി വലിയ തലത്തിലൊന്നും ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നെങ്കിലും അന്നേ എനിക്കറിയാമായിരുന്നു ഈ സിനിമ അന്ന് ഇറങ്ങുന്ന മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അക്കാലത്ത് ഇറങ്ങിയ മറ്റു സിനിമകൾ എന്ന് പറയുമ്പോൾ CID മൂസ അല്ലെങ്കിൽ ബാലേട്ടൻ അല്ലെങ്കിൽ ക്രോണിക് ബാച്ചലർ പോലുള്ള സിനിമകൾ. അപ്പോൾ ആ പറഞ്ഞ സിനിമകളിൽ നിന്നും ഈ സിനിമയ്ക്കുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ഒറ്റനോട്ടത്തിൽ നമുക്കത് നായിക കഥാപാത്രം അല്ലെങ്കിൽ ആ കഥാപാത്രത്തിനുള്ള പ്രാധാന്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എത്ര കാലമായി സത്യത്തിൽ ഇതുപോലൊരു ഹീറോയിൻ സെൻട്രിക് മൂവി കണ്ടിട്ട്? ഇതുപോലെ എഴുതാൻ ലോഹിതദാസ് ഇല്ലാത്തതാണോ, അല്ലെങ്കിൽ ഇതുപോലുള്ള കഥാപാത്രങ്ങൾ അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള നായികമാരില്ലാഞ്ഞിട്ടാണോ എന്തോ അറിയില്ല. എന്റെ പെട്ടെന്നുള്ള ഓർമ്മയിൽ ഈ അടുത്ത കാലത്തായി ഇറങ്ങിയ നായിക പ്രാധാന്യമുള്ള സിനിമകൾ ശാന്തി ഓശാനയും സാറാസും ഹെലനും ഒക്കെയാണ്. ഇതൊക്കെ നല്ല പടങ്ങൾ തന്നെ, പക്ഷെ അതൊന്നും ഈ പടത്തിന്റെ അടുത്ത് വെക്കാൻ പറ്റിയ രീതിയിലുള്ളതല്ല. നായികയുടെ അത്രയും പെർഫോം ചെയ്യാൻ കൊടുത്തിട്ടില്ലെങ്കിലും നായകനുമുണ്ട് ഇതിൽ രംഗങ്ങൾ. അതിൽ ഏറ്റവും പെയിൻഫുൾ ആയിരുന്നു ടിഫിൻ ബോക്സ് താഴെ വീണ് അതിലെ പഴകിയ ഭക്ഷണം എല്ലാവരും കാണുന്നത്. ഭയങ്കര ഫീലായിരുന്നു ആ സീൻ കാണുമ്പോൾ. പിന്നെ അച്ഛൻ തന്ന കത്തുമായി മറ്റൊരു വീട്ടിൽ പൈസയ്ക്ക് വേണ്ടി പോകുന്നത്, ഒടുക്കം ഏറ്റവും അവസാനം 9 വർഷങ്ങൾ 9 ദിവസം പോലെ പോകുമെന്ന് പറയുന്ന ഡയലോഗ്. സോ ആകെ മൊത്തം പറഞ്ഞ 3-4 കിടിലൻ പാട്ടുകളുള്ള നായിക പ്രാധാന്യമുള്ള ഒരു ഒന്നൊന്നര മൂവി. അതായിരുന്നു കസ്തൂരിമാൻ.